ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ. അപ്പോൾ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കടുത്ത പ്രിപ്പറേഷനാണ് നിങ്ങളെന്നൊക്കെ മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ അടിപൊളി ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ചുറ്റും മാറ്റങ്ങളാണ് അല്ലേ. അപ്പോൾ മിസ്സിന് തന്നെ എന്തോരം മാറ്റം വന്നോന്നറിയാം. ഒരു 3 വർഷം മുമ്പത്തെ മിസ് ഇപ്പോഴത്തെ മിസ് നോക്കിയാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്കില്ലേ, നിങ്ങൾ ഓരോ ഇയർ കൂടുന്തോറും മാറി മാറി വരില്ലേ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ മാറ്റങ്ങളാ. ഇപ്പൊ ഒരു പൂ നല്ല അടിപൊളിയായിട്ട് പൂത്ത് വരുന്നത് കാണാൻ എന്താ രസം അല്ലേ, അതൊരു മാറ്റമാണ്. അതുപോലെ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച പഴം അബദ്ധവശാൽ മറന്നു പോയിട്ട് ഒരു 5 ദിവസം 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ അവസ്ഥ എന്താ, ഇത് ഇമ്മാതിരി അവസ്ഥയായിട്ടുണ്ടാവും, അതൊരു മാറ്റമാണ്. ഇനി ഐസ് എടുത്ത് പുറത്ത് വെച്ചാലോ അത് വെള്ളമായിട്ട് മാറുന്നത് മറ്റൊരു മാറ്റമാണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ മാറ്റങ്ങളാണ് ഇല്ലേ. ഇനിയിപ്പോ ഒരു കോഴിക്കുട്ടി പറയുന്ന ഒരു കുഞ്ഞു കാര്യം നോക്കി, ആ കോഴിക്കുട്ടി മുട്ടേനെ നോക്കി പറയാ, ഷോ ഇതുപോലൊരു മുട്ടയിൽ നിന്നാണോ ഞാൻ വളർന്ന് വലുതായത് അല്ലേ. ഓ വാവ്, എന്താണ് ഇറ്റ് ഈസ് സച്ച് ആൻ എഗ് ദാറ്റ് ടേൺ ഇൻ ടു മീ എന്ന് ചോദിച്ച് അത്ഭുതപ്പെടുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അതിൽ തന്നെ പല പല രീതിയിൽ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ സൈസിൽ മാറ്റം വരുന്നതുണ്ട്, അതുപോലെ ലുക്കിൽ മാറ്റം വരുന്നതുണ്ട്, ഫിസിക്കലി ഉള്ള ചേഞ്ച് ഉള്ളതുണ്ട്, എന്ന് വെച്ചാൽ കെമിക്കലായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചുകളെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുമ്പോൾ രൂപമാറ്റമാണ്, അല്ലെങ്കിൽ ഷേപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ അല്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് നല്ല ദേഷ്യം വന്നൊരു പേപ്പർ എടുത്ത് ഞാൻ ചുരുട്ടി, ഇവിടെ പേപ്പർ കാണാനൊന്നുമില്ലല്ലോ, ഒരു പേപ്പർ എടുത്ത് ചുരുട്ടി മടക്കി ഞാൻ പുറത്ത് വലിച്ചു കഴിഞ്ഞാൽ എന്താ, പേപ്പറിന്റെ ആ ഒരു ലുക്കിൽ മാറ്റം വന്നു. തണ്ണിമത്തനെ ഞാൻ മുറിച്ച് പീസാക്കി നിങ്ങൾക്ക് തന്നാൽ എന്തായി, ആ പീസിനകത്ത് ആ ഒരു ഷേപ്പിന് മാറ്റം വന്നു. അതേപോലെ വുഡിനെ എടുത്ത് ഞാൻ ചെയറാക്കി മാറ്റി. അതേപോലെ കുപ്പി എടുത്ത് പൊട്ടിക്കുമ്പോൾ എന്താ, കുപ്പിയുടെ ആ ലുക്ക് കംപ്ലീറ്റ് മാറി, അത് പൊട്ടിച്ചെതറി ചെറിയ ചെറിയ പീസായി. ഇനി PVC 2 നമ്മൾ എന്ത് ചെയ്യാണ്, ഒട്ടിച്ച് വെക്കുകയാണെന്നൊക്കെ വിചാരിച്ചു നോക്കുക. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ലുക്ക് വൈസ് ആണ് മാറ്റങ്ങൾ സംഭവിച്ചത് ഇല്ലേ. ലുക്കിലല്ല കാര്യം, വർക്കിലാണെന്നൊക്കെ പറയുന്നത് പോലെ ലുക്കിലെ മാറ്റം വന്നു അല്ലേ. ഇപ്പൊ ചോക്ക് ഞാൻ പൊടിച്ചതിന്റെ ദേഷ്യം മൊത്തം തീർക്കാൻ വേണ്ടി ക്രഷ് ചെയ്ത് പൊടിച്ച് പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് പൊടിയായി മാറി എന്നുള്ളതേ സംഭവിച്ചുള്ളൂ. അല്ലാണ്ട് അതിൽ പുതിയൊരു സാധനം ഉണ്ടാവോ, ഒന്നും ചെയ്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഭൗതിക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ചേഞ്ച് ഇൻ ദ അപ്പിയറൻസ്, നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോം, സച്ച് ചേഞ്ചസ് ഇൻ വിച്ച് ഓൺലി ഫിസിക്കൽ പ്രോപ്പർട്ടി ലൈക്ക് ഷേപ്പ്, സൈസ്, സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ, ചേഞ്ച് വരുന്നത് എന്തിലാ, അപ്പിയറൻസിലാണ്. ചിലപ്പോൾ അതിൻ്റെ സൈസിൽ മാറ്റം വരാം, സൈസ് വലുതും ചെറുതും ആകാം. അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിൽ, എന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം പഠിച്ചില്ലേ, അതിൽ പലതിലോട്ട് മാറി എന്നുണ്ടെങ്കിൽ അതും ഒരു ചേഞ്ച് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ സൈസിൽ മാറ്റം വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് അല്ലെ. ഇപ്പം ഞാൻ എൻ്റെ പേപ്പർ പോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിന് ഞാൻ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അല്പം ഇങ്ങനെയൊക്കെ വളഞ്ഞൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഷേപ്പിലാണ് മാറ്റം വന്നത്. പക്ഷെ അതിലൊന്നും പുതിയൊരു സാധനം ഉണ്ടായിട്ടില്ല, ഉള്ള സാധനത്തിൻ്റെ ഷേപ്പേ മാറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രൂപത്തിൽ മാറ്റം വരുമ്പോൾ പുതിയ പദാർത്ഥം രൂപപ്പെടുന്നില്ല. അപ്പൊ വലിപ്പത്തില്, അവസ്ഥയില്, ആകൃതിയിലാണ് മാറ്റങ്ങൾ വരുന്നതെങ്കിൽ അതിനെയാണ് ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. കണ്ടോ, നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന മക്കളൊക്കെ ആണെങ്കിലേ ചിലരെന്ത് ചെയ്യും, ബട്ടർഫ്ലൈ ഷേപ്പിൽ, ചിലർ ഫിഷിൻ്റെ ഷേപ്പിൽ, ചിലരാണെങ്കിൽ കൈറ്റിൻ്റെ ഷേപ്പിൽ, അങ്ങനെ പല ഷേപ്പിൽ നിങ്ങൾ വെട്ടി ഒട്ടിക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ വെട്ടി ഒട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ പല ഷേപ്പുകളിലോട്ട് നിങ്ങൾ മാറ്റി എന്നുള്ളതേ വന്നിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. മെൽറ്റിംഗ് ഓഫ് ഐസ് അല്ലേ, ഐസ് ഉരുകുന്നത്. അതുപോലെ വെള്ളം നമ്മൾ ചൂടാക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടാവുക പറയുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവകാവസ്ഥയിലുള്ള സാധനം വാതകമായിട്ട് മാറി എന്നുള്ള മാറ്റേ വന്നുള്ളൂ ഇല്ലേ. അല്ലാണ്ട് പുതിയൊരു സാധനം ഒന്നും അവിടെ ഉണ്ടായില്ല. അതുപോലെ ബ്രേക്കിംഗ് ഗ്ലാസ് എടുത്ത് പൊട്ടിക്കുമ്പോൾ, എഗ്ഗ് എടുത്ത് പൊട്ടിച്ച് ബുൾസായി ഉണ്ടാക്കാൻ വേണ്ടി എഗ്ഗ് എടുത്ത് പൊട്ടിക്കുന്നത് അല്ലേ. അതുപോലെ ഫോൾഡിംഗ് പേപ്പർ, ചോപ്പിംഗ് വുഡിനെ നമ്മൾ പീസ് ആക്കിയിട്ട് മുറിക്കുന്നതൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്, ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ വലിപ്പം, ആകൃതി, അവസ്ഥ എന്നിവയിലുള്ള മാറ്റമാണ് ഭൗതിക മാറ്റം. ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് സച്ച് സൈസ്, ഷേപ്പ്, സ്റ്റേറ്റ്. അതുപോലെ വികസിക്കുകയും ഉരുകുകയും പൊട്ടുകയും ചെയ്യുന്നതൊക്കെ എന്താണ്, കീറുന്നതൊക്കെ ഭൗതിക മാറ്റമാണ്. ഇപ്പോൾ മരം കീറുന്നത്, അതുപോലെ മെൽറ്റ് ചെയ്യുന്നത്, ഐസ് മെൽറ്റ് ആവുന്നത്, ഗ്ലാസ് പൊട്ടുന്നത്, ബ്രേക്കിംഗ് സംഭവിക്കുന്നത്, ടിയറിങ് ചെയ്യുന്നതൊക്കെ ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അതുപോലെ അവരെന്താണ്, ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്ത് വിടുകയോ ചെയ്യുക മാത്രമാണ് അവർ ചെയ്യുന്നത് അല്ലേ. ആൻഡ് എന്താണ്, ഇൻ സം ഫിസിക്കൽ ചേഞ്ച് എനർജീസ് എയ്തർ അബ്സോർബ് ഓർ റിലീസ്, ചിലതിൽ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് എൻ്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ തന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇതിൽ ഏതൊക്കെയാ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. സോ ക്രഷിംഗ് ക്യാൻ, മെൽറ്റിംഗ് ഐസ്, അതേപോലെ എക്സാമ്പിൾ ചെയ്താൽ മിക്സിംഗ് ആൻഡ് സാൻഡ് ആൻഡ് വാട്ടർ, മണലും
എന്താ പറയുക, അതേപോലെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ, ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിൽ, അങ്ങനെ പലതും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച്, നിങ്ങൾക്ക് എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ച് ആവുന്നില്ലേ, നിങ്ങൾക്ക് തന്നെ പല മാറ്റം വന്നില്ലേ, എൻ്റെ ലുക്ക് മാറി, എൻ്റെ മുടിയുടെ സ്റ്റൈൽ മാറി, എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ച് എനിക്ക് വന്നത് ഇല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കും വളർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇത് മാത്രമല്ല ഇഷ്ടം പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏത് ബാച്ച് ഉള്ളത്, വജ്ര എൻഡ് ഗെയിം ബാച്ച് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി റിവിഷൻ ചെയ്ത് പഠിക്കാനേ ഉള്ളൂ, കാരണം സമയമൊന്നും ഇല്ല. പരീക്ഷ എന്ന് പറയുമ്പോഴേക്കും പരീക്ഷാ സമയമായി. അപ്പോൾ മിടുക്കരായിട്ട് പഠിക്കണമെങ്കിൽ റിവിഷൻ തന്നെയാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ റിവിഷന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മുടെ വജ്ര ബാച്ചിൻ്റെ മക്കളുടെ മുമ്പിലോട്ട് എത്തുന്നത്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും റിവിഷൻ ആണ്. സോ കംപ്ലീറ്റ് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ഒരു ഓഫറും കൂടിയുണ്ട്, മറക്കണ്ട. 15% ഓഫിൽ ഭയങ്കര ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്പർ മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് എക്സാമിന് പഠിക്കുക, സെറ്റാക്കുക.